നീലേശ്വരം നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യത്തിലേക്ക്. അവശേഷിക്കുന്ന പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി ഒക്ടോബർ അവസാന വാരം തന്നെ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. നീലേശ്വരം നഗരസഭയിലെ നിലവിലുള്ള ഭരണസമിതി അഭിമാന പദ്ധതിയായിട്ടാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തെ കാണുന്നത്. 8000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 4 നിലകളിലായിട്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. ബസ് സ്റ്റാൻഡ് യാർഡിൽ ഒരേ സമയം 20ലധികം ബസ്സുകൾക്ക് യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള സൗകര്യവും ഉണ്ടാകും. മാത്രമല്ല, യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പിന് വിപുലമായ സൗകര്യങ്ങളും വ്യാപാര കേന്ദ്രവും സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ നിലകളിലും 10 വീതം ശുചിമുറികളും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും മുലയൂട്ടൽ കേന്ദ്രവും ഇൻഫർമേഷൻ കൗണ്ടർ, പോലീസ് ഹെഡ് പോസ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ട്. ആദ്യത്തെ 2 നിലകൾ ഷോപ്പിംഗ് കോംപ്ലക്സും 3ാം നിലയിൽ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക. ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും സുസജ്ജമായ ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സായി ഇത് മാറും. മറ്റു പണികളെല്ലാം പൂർത്തിയായെങ്കിലും ബസ് സ്റ്റാൻഡ് യാർഡിന്റെ പണിയാണ് ഇനി അവശേഷിക്കുന്നത്. സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണമെന്നതായിരുന്നു CPIM നേതൃത്വം നൽകുന്ന നഗരഭരണസമിതിയുടെ ആഗ്രഹവും ആലോചനയും. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഏതു നിമിഷവും വന്നേക്കാമെന്ന സാഹചര്യത്തിലാണ് കഴിയുന്നതും വേഗത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉദ്ഘാടനം നടന്നേക്കുമെന്നാണ് സൂചന. ഒക്ടോബർ 28-ന് ധനകാര്യമന്ത്രി KN ബാലഗോപാലും 30-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും ജില്ലയിൽ എത്തുന്നുണ്ട്. ഇവരിൽ ആരുടെയെങ്കിലും സൗകര്യം അനുസരിച്ചായിരിക്കും ഉദ്ഘാടന തീയതി നിശ്ചയിക്കുക എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. അതേസമയം ബസ് സ്റ്റാൻഡ് യാർഡിന്റെ പണി ബാക്കിയുള്ളതിനാൽ ഉദ്ഘാടനം കഴിഞ്ഞാലും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെങ്കിൽ പിന്നെയും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. 1976-ൽ ഉദ്ഘാടനം ചെയ്ത് 2 നിലകളിലായി പ്രവർത്തിച്ചിരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചുമാറ്റിയാണ് പകരം അത്യാധുനിക ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. 16,15,00,000 ഇതിന്റെ അടങ്കൽ തുക. അണ്ടർഗ്രൗണ്ട് പൂർണ്ണമായും പാർക്കിംഗിന് വേണ്ടിയുള്ളതാണ്. കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്താണ് 90% ഫണ്ടും കണ്ടെത്തിയത്. ബാക്കി വരുന്ന 10% തുക നഗരസഭ തനത് ഫണ്ടിൽ നിന്നും കണ്ടെത്തി. നീലേശ്വരത്തുകാരൻ തന്നെയായ KJ ജോയിയാണ് പദ്ധതിയുടെ കരാറുകാരൻ. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.